അപ്പൊ ഈ ത്വരീക്കത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ വന്നിട്ട് പറയലും കേൾക്കലും അതൊന്നുമല്ല ത്വരീക്കത്ത്. അതൊരു മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട വിശേഷണമാണ് ത്വരീക്കത്ത്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ പരിവർത്തനമാണ് ത്വരീക്കത്ത്. അത് മനസ്സിലാക്കണം. ഔലിയാക്കൾക്ക് ശിഷ്യന്മാരെ നിയന്ത്രിക്കാൻ കഴിയണം. എത്രത്തോളം മഹാനായ ഷഹറാനി ഇമാം പറയുന്നു, വഖദ് സ്വറഹൂ, ഔലിയാക്കന്മാർ തുറന്നു പറഞ്ഞ കാര്യമാണ് ഒരു വലിയിൻ്റെയും മുരീദിൻ്റെയും ഇടയിലുള്ള ബന്ധം. പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു, മുരീദ് 100 കൊല്ലം സഞ്ചരിക്കുന്ന ദൂരത്തിലാണ് മുരീദെങ്കിലും ഒന്ന് വിളിച്ചാൽ ആ ഷെയ്ഖിനെ അറിയണം, വിളിക്കുന്നതറിയണം, എന്തിനെന്നറിയണം. അത് ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ നിർബന്ധമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന് ഷഹറാനി ഇമാം ലതായിഫുൽ മിനൽ വൽ അഖ്ലാഖ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. നോക്കുങ്ങൾ, വിളിക്കണമെന്നല്ല, വിളിച്ചാൽ അപ്പം അറിയണമെന്ന്. ചിലവർ പറഞ്ഞത് വിളിച്ചാൽ അറിഞ്ഞോളണം തന്നെ ഇല്ല എന്നാണ്. അള്ളാഹു അറിയും, അപ്പോൾ ആട് ഉത്തരം ചെയ്യും. അങ്ങനെയൊക്കെ ചിലവർ പറയുന്നത്. വിളിച്ചാൽ അറിയണമെന്ന് മാത്രമല്ല, വലൗകാന ഫി എന്താണ് മസീറത്തി മിഅത്തി ആമിൻ, 100 വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്തിലാണെങ്കിലും ആ ഷെയ്ഖിനെ വിളിച്ചാൽ ആ ഷെയ്ഖിൻ്റെ നിദാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിളി അദ്ദേഹം അറിയണം, ആ ഷെയ്ഖ് അറിയണം. അങ്ങനത്തെ ആൾക്ക് ഒരു മുരീദിനെ ഏറ്റെടുക്കാൻ അവകാശമുള്ളൂ. സയ്യിദായാലും വേണ്ടിയില്ല, നാടനായാലും വേണ്ടിയില്ല, ഔലിയായാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. ആ കഴിവിലേക്ക് എത്താത്തവർ ഒരാളെ ഏറ്റെടുക്കരുത്. ഞാൻ ഏറ്റെടുത്തു എന്ന് പറയരുത്. നമ്മൾ ആഖിറത്തിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. അള്ളാഹു ഏൽപ്പിക്കണം. 30 നൂറ്റാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരെയിരുന്നോവർ. 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഇരുന്ന് മനുഷ്യരെ ഇർഷാദ് ചെയ്യുക എന്ന് സ്വഭാവത്തിലേക്ക് ഷെയ്ഖന്മാർ നിർബന്ധിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ഈ വിഷയം തുടങ്ങിയത്. ഇഷ്ടത്തിന് തുടങ്ങാൻ പറ്റിയ കേസല്ല തെർബിയത്തും ഷെയ്ഖാവിലൊക്കെ. ഒമിൻ ബലായിൽ മുരീദി അയ്യുശയ്യഖ ഖബല തമാമിഹി, അള്ളാഹുവിനെ അറിയുന്ന മുമ്പ് ഷെയ്ഖാക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ അപകടമാണെന്ന് ഹിക്കമിൻ്റെ വിശദീകരണത്തിൽ അല്ലാമ ശർഖാവി പറഞ്ഞതായി കാണാവുന്നതാണ്. വലിയ മുസീബത്ത് പിടിച്ച കാലം. ഒരാളെടുത്ത് പോയി അയാളെ കൊണ്ട് കുറച്ച് ഫലം കിട്ടിയാൽ അയാൾ ഷെയ്ഖായി പോയി. സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് അതല്ല, വയസ്സൻ എന്നുള്ള അർത്ഥത്തിനല്ലല്ലോ ഷെയ്ഖിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഷെയ്ഖിൻ്റെ നേരെ അർത്ഥം വയസ്സെന്ന. ഷെയ്ഖിന് ആദ്യം ഉപയോഗിച്ചത് ആർക്കാ? അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് ഈ ഉമ്മത്തിൽ ആദ്യം ഉപയോഗിച്ചത്. ഷെയ്ഖ് എന്ന് ബഹുമാനിക്കപ്പെടുന്നവർക്ക് ഷെയ്ഖ് എന്ന് പറയും. ബഹുമാനിക്കപ്പെടുന്ന നമ്മൾ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അതന്നെ. അത് നമ്മൾ ബഹുമാനത്തിന് പറയുന്ന വാക്കാണ്. വലിയവരെ ബഹുമാനിക്കും പോലെ ചെറിയവരെയും ബഹുമാനിക്കുന്നത് കൊണ്ട് ആ ചെറിയവർക്ക് ഷെയ്ഖ് എന്ന് പറയുന്നു. ആലങ്കാരികമായി അല്ലെങ്കിൽ മൗലവിമാരുടെ ഭാഷയിൽ മജാസായി പറയുന്നു. ഇതാണ് തരീഖത്ത് എന്ന് പറയുന്നത്. ഈ മനസ്സിന് അതിന് പറ്റിയ മനസ്സുള്ളത് ബഹുമാനപ്പെട്ട ചട്ടിക്കൽ അബ്ദുള്ള കുട്ടി മുസ്ലിയാർ കരിങ്കപ്പാറ ഉസ്താദിനെ കണ്ടപ്പോൾ ഇത് കൊടുക്കാൻ പറ്റിയ മനസ്സിൻ്റെ ഉടമയാണെന്ന് മനസ്സ് കണ്ട് വായിച്ചപ്പോൾ ഉടനെ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള എന്തെല്ലാം വലായിഫുകളുണ്ടോ ജുല്ലുൽ വലായിഫിൻ്റെ ഇജാദത്ത് നിങ്ങൾക്ക് ഞാൻ തന്നു എന്ന് കരിങ്കപ്പാറ ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് അത് സ്വീകരിച്ചു. അബ്ദുള്ള കുട്ടി മുസ്ലിയാർ തന്നതുകൊണ്ടായിരിക്കണം സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഉസ്താദ് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അല്ലെങ്കിൽ വലിയ ആത്മീയമായ എന്തെങ്കിലും ബന്ധങ്ങൾ വേറെ ഉണ്ടായേക്കാം, എനിക്കറിയില്ല. ഉസ്താദിനെ പറ്റിയൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഉസ്താദിനെ പറ്റിയൊക്കെ വൈലത്തൂർ ഉസ്താദ് പറയുമ്പോൾ ഒക്കെ 100 നാവാണ് നമ്മൾ കേൾക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്, വലിയ മഹാനല്ലേ കരിങ്കപ്പാറ ഉസ്താദ്. ആ ഉസ്താദിൻ്റെ അതേ ഇജാദത്ത് അപ്പടി കൊടുത്ത ഒരാളുണ്ടെങ്കിൽ അത് വൈലത്തൂർ പാപ്പ മാത്രമാണ്. അവിടുത്തെ ശിഷ്യന്മാരൊക്കെ ചെന്നാൽ വൈലത്തൂർ തങ്ങളെയൊക്കെ ഒന്ന് പോയി വാങ്ങുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. വൈലത്തൂർ തങ്ങൾ പാപ്പയായിരുന്നു അവർക്കൊക്കെ കൊടുത്തിരുന്നത് വഫാത്ത് വരെ. പിന്നെ അത് അവരാരൊക്കെ ഏൽപ്പിച്ചു എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും കരിങ്കപ്പാറ ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദുൽ അസാത്തീദ് സൈനുദ്ദീൻ ബിൻ അലി ഹസനിൽ ഓടക്കലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഒക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ഓർക്കാതിരുന്നാൽ കുരുത്തകടട്ടി പോകും. എനിക്ക് എൻ്റെ ഉസ്താദും കൂടെയാണ്. നേരെ ഉസ്താദാണ്, ഉസ്താദിൻ്റെ ഉസ്താദാണ്, ഉസ്താദിൻ്റെ ഉസ്താദുമാണ്. അങ്ങനെ 3-4 ബന്ധമുണ്ട്. എൻ്റെ ഉസ്താദ് വൈലത്തൂർ ഉസ്താദ്, അവർ ഉസ്താദ് ബാപ്പു ഉസ്താദ്, അവർ ഉസ്താദും ഒക്കെ ഉസ്താദ്. അപ്പോൾ ഉസ്താദിൻ്റെ ഉസ്താദാണ്. എൻ്റെ ഉസ്താദ്
വൈലത്തൂർ ഉസ്താദ്, അവർ ഉസ്താദ് ഓക്കെ ഉസ്താദ്. അപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ്. എൻ്റെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ്, റയീസുലുലമ സുലൈമാൻ ഉസ്താദ്, അവർ ഉസ്താദ് ഓക്കെ ഉസ്താദ്. അപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണ്. ഞാൻ നേരിട്ട് 2 കൊല്ലം ഓതിയിട്ടുണ്ട്. അപ്പം എൻ്റെ നേരിട്ട് ഉസ്താദാണ്. ഏതായിരുന്നാലും അവരെ പറ്റി പറയാതിരുന്നാൽ കുരുത്തക്കെട്ടും. ഉസ്താദ് പറഞ്ഞ് ഒസാലിമാമിനെ പറ്റി പറയാതിരുന്നാൽ അവരെ കിതാബ് ഓതാതിരുന്നാൽ കുരുത്തക്കെട്ടും എന്ന് പറഞ്ഞിരുന്നു ആറ്റുപുറ അലിയലേര് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഉസ്താദിനെ പറ്റി പറയാതിരുന്നാൽ കുരുത്തക്കെട്ടും. പടച്ചോനെ എന്താണ് പറയാ മനുഷ്യനെ പറ്റി? അള്ളാഹു കൊടുത്ത ദറജയേറ്റി കൊടുക്കട്ടെ. എന്തൊരു ദർസും സ്വഭാവവും നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉസ്താദിനെ സംബന്ധിച്ച അനുസ്മരണകൾ ഇഷ്ടംപോലെ. നമ്മുടെ നാട്ടിൽ തന്നെ 2 മജ്‌ലിസ് നടന്നിട്ടുണ്ട്. ഒന്നിനെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഹസ്സനിമാർ മാത്രം കൂടിക്കൊണ്ട് ഒരു മജ്‌ലിസ് നടത്തിയിട്ടുണ്ട്. ഹസ്സനിമാരുടെ നേതൃത്വത്തിൽ സംഘടനാപരമായ ഒരു മജ്‌ലിസ് നടത്തിയിട്ടുണ്ട്. ഒന്നിന് മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. ആ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അപ്പടി നടക്കും. അതിൻ്റെ അപ്പുറം ഒന്നും നടക്കൂല. അവിടുത്തെ ബഹറുൽ ഉലൂം എന്നാണ് അവിടുത്തെ പറയാറുള്ളത്. ആരാണ് ആ പേര് വിളിച്ചത്? ബഹറുൽ ഉലൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുകളുടെ സാഗരം, പാരാവാരം എന്നാണ്. അറിവുകളുടെ കടൽ എന്നാണ്. എന്നാൽ ആ പേര് വിളിച്ചത് ആരാണ്? ബഹറുൽ ഉലൂം എന്താണെന്ന് അറിഞ്ഞ അനുഭവിച്ച ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹിയാണ് വിളിച്ചത്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, സിയം വലിയുല്ലാഹിയുമായി ബന്ധമുള്ള സുഹൃത്ത് പറയുന്നു, വൈലത്തൂർ റയീസുലുലമ അദ്ദേഹത്തെ കോളേജിൻ്റെ പ്രശ്നം വന്നപ്പോൾ കോളേജിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആ കോളേജുമായി കളിച്ചവർ മുഴുവൻ തളർന്നിട്ടുണ്ട്, തളരുകയും ചെയ്യും. ഷെയ്ഖുനായി ആത്മാർത്ഥതയുടെ കട്ടിയാണ്. ആത്മാർത്ഥതയല്ലാതെ ഇഖ്ലാസല്ലാതെ ഷെയ്ഖുനാക്കൊന്നും അറിയില്ല. ഷെയ്ഖുനാക്ക് ഇവിടുത്തെ ദുനിയാവിൻ്റെ അവസ്ഥകളൊന്നും ഉസ്താദ് അതിലേക്ക് ചിന്തിക്കുകയില്ല. ഏതൊന്നിനും ഉസ്താദിനിക്ക് ആഖിറമാണ് ചിന്തയുള്ളത്. ദർസ് പൂട്ടിയിട്ടാണ് ഉസ്താദ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുള്ളത്. ഉസ്താദിൻ്റെ മനസ്സ് അള്ളാഹു ലയിച്ച മനസ്സാണ്. എൻ്റെ കുട്ടികളുമായി ഞാൻ ചെന്നപ്പോൾ ഒരു ദിവസം ഫതുൽ മുഈൻ തുടങ്ങിക്കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഉസ്താദ് അതിൻ്റെ പ്രധാന ഭാഗമായ മത്തിനിൻ്റെ ഭാഗങ്ങൾ വായിച്ചു കൊടുത്തപ്പോൾ ഉസ്താദിൻ്റെ കയ്യിൽ കിതാബുണ്ട്. ഉസ്താദ് വാൻ തഖറ ഐനി ബിനദ്രി വജിഹി ബുക്റത്തൻ വഅശിയ എന്ന് പറയാൻ ഉസ്താദിന് കഴിഞ്ഞില്ല. അഷിയ എന്ന് പറഞ്ഞപ്പോഴേക്കും സംസാരം നിന്നുപോയി. പൊട്ടി 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 കരഞ്ഞു. അള്ളാഹുവിനെ കാണുന്ന വാക്ക് വന്നപ്പോൾ എനിക്കത് ലഭിക്കുമോ എന്നുള്ള ബേജാറ് കടന്നതുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞ് കിതാബ് ഇങ്ങനെ ഇളകിക്കൊണ്ട് കിതാബ് ഇങ്ങനെ ഇളകിയപ്പോൾ ഞാൻ കിതാബ് കയ്യിൽ നിന്ന് വാങ്ങി. പിന്നെ അന്ന് ബാക്കി ഓതിയിട്ടില്ല. അത്രയും അള്ളാഹുവിനെ പേടിയുള്ള മനുഷ്യനാണ്. ചില ഹസ്സനിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉസ്താദിന് തലവേദന ഉണ്ടാവും ചിലപ്പോൾ ഒക്കെ. അപ്പോൾ ഒരു ഹസ്സനിയോട് പറഞ്ഞത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വല്ലാതെ വേദന വരുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കലാണ്, സുന്നത്ത് കരിക്കാൻ നിൽക്കലാണ്, അപ്പോൾ വേദന പോകും. അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തിരുന്നൊരു പണിയാണ്. സഹോദരങ്ങളെ, വേദന വന്നാൽ നിസ്കരിക്കാൻ നിൽക്കൽ അലി തങ്ങൾ ചെയ്തിരുന്ന പണിയാണ്. അവരുടെയൊക്കെ സ്വഭാവം ഷെയ്ഖുനാക്ക് പകർന്നു കിട്ടിയത് വല്ലാത്തൊരു സ്ഥാനമാണ്. ഷെയ്ഖുനാൻ്റെ ഭക്തി ചില്ലറയല്ല. ഷെയ്ഖുന ചാലിയത്ത് 27 വർഷം ജോലി ചെയ്ത് ദർസ് നടത്തിയിട്ടുണ്ട്. ആ ദർസിൽ ഉണ്ടായ മക്കളാണ് ഇന്ന് ലോകത്തറിയപ്പെടുന്ന, അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് പറയാൻ പറ്റിയവരായിട്ടുള്ളത്. അവർ മാത്രമാണെന്ന് പറഞ്ഞാൽ തെറ്റല്ല. ആ രൂപത്തിലാണുള്ളത്. ഷെയ്ഖുനായുടെ മക്കളാണ് 80% അല്ലെങ്കിൽ 90% ശിഷ്യന്മാർ. ഇങ്ങനെ ഇന്ന് 8ഓ 9ഓ തലമുറയിലേക്ക് എത്തിയിരിക്കുന്നു. ആരെടുത്ത് നോക്കിയാലും ഷെയ്ഖുനായിലേക്ക് എത്തുന്നൊരവസ്ഥയാണ്. ഇത്തര പരമ്പരയുള്ള ഒരു പണ്ഡിതൻ മലബാറിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവുകയില്ല. 27 വർഷം ചാലിയത്ത് ദർസ് നടത്തി. അക്കാലത്ത് നാട്ടുകാർ കുട്ടികളിൽപ്പെട്ട ഇന്ന് പ്രായം ചെന്ന രാജിയുണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഉസ്താദിനൊന്ന് കാണാൻ പൂതിയാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉച്ചക്ക് ചോറിന് പോയാൽ ഞാൻ ഉസ്താദിനെ കാണാൻ വേണ്ടി ചെല്ലും. പെട്ടെന്നും ആ ചുമരിൽ, അന്ന് പള്ളിയൊക്കെ പഴയ കെട്ടുകളാണ്, കല്ലുകളും ഓട്ടകളുള്ള പള്ളിയാണ്. ജന്തുക്കളൊക്കെ താമസിക്കുന്ന മൂട്ടകളും ജന്തുക്കളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. പള്ളീൻ്റെ ചുമരിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. ഇന്നത്തെ മാതിരി എന്നുള്ള വൈറ്റ് വാഷും അന്ന് സിമെൻ്റ് ഒന്നും അവിടെ വെള്ള സിമെൻ്റ് കുറച്ചിട്ട് എന്നല്ലാതാണ്ട്
അതിന് കോട്ടകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതിൽ നിന്നൊരു വലിയ വെളുത്ത തേള്, വിഷമുള്ളൊരു വലിയ തേള് ഇറങ്ങി വരുന്നത് ഇദ്ദേഹം കണ്ടു. ഈ ആചാര്യ കണ്ടു. ഇപ്പം അയാൾ ആചാര്യാണ്, അന്ന് അയാൾ കുട്ടിയാണ്. അദ്ദേഹം പറയാണ്, ഞാനിത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഉസ്താദ് ഉറങ്ങിപ്പോയോ, കണ്ണിങ്ങനെ ചിമ്പിക്കിടക്കാണ്, വിളിച്ചാലും ഉണർന്നു പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. അങ്ങനെ ആ തേളിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഉസ്താദിൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ട് ഉസ്താദിൻ്റെ കാലിനൊരു ഇറുക്കല വെള്ളത്തേള്, വിഷത്തേള് ഇറുക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി. അപ്പോൾ ഇറുക്കിയപ്പോൾ പേടിയായപ്പോൾ ബഹുമാനപ്പെട്ട ആചാര്യ പറഞ്ഞു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു ഉസ്താദേ തേള് എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ കണ്ണീച്ചിട്ട് പറഞ്ഞു, അത് സാരില്ല, അതങ്ങോട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു. അതന്നെ, ഞാൻ അതിനൊന്നും കാണിച്ചില്ല, അതിങ്ങനെ ഇറുക്കിങ്ങാണ്ട് നിൽക്കുകയാണ്. തേള് കുത്തിയാലുള്ള ദുഃഖം അറിഞ്ഞവർ ഈ സദസ്സിലുണ്ടാവും. നമ്മളെ നാട്ടിലെ തേള് കൊല്ലൂലെന്നല്ല, അധികം വിഷമുണ്ടെങ്കിലും പാമ്പിൻ്റെ വിഷമില്ലാത്ത ജീവികളാണ്. ഉഷ്ണരാജ്യങ്ങളെ തേള് പാമ്പിൻ്റെ അതേ സ്വഭാവത്തിൽ കുത്തിയാൽ മരിക്കുന്നതുമാണ്. അങ്ങനത്തെ അതുകൊണ്ടാണ് ഹദീസിൽ അഖറബിനെ തൊട്ട് പ്രത്യേകം കാവലിനെ തേടുന്നത് കാണുന്നത്. അയിമത്തിൻ്റെ ദ്വാകളിലും വിറുദുനബിയിലൊക്കെ കാണാം അഖറബ് എന്ന്. ഇത് ഇത്ര വലിയൊരു ജീവിയാണോ എന്ന് തോന്നിപ്പോകും. അത് അവരുടെ നാടിൻ്റെ അവസ്ഥക്കനുസരിച്ചുള്ള ഇസ്തിആദത്താണെന്ന് മനസ്സിലാക്കണം. അതിരിക്കട്ടെ, അങ്ങനെ ഉസ്താദിൻ്റെ കാലുമ ഇറുക്കിങ്ങനെ നിൽക്കണ തേളിനെ അവർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ തട്ടി നോക്കുമ്പോൾ അത് ചത്തിരിക്കുന്നു, അത് ചത്തുപോയിരിക്കുന്നു. ഉസ്താദിനെ ഇറുക്കിയിട്ട് അതിന് വിഷം അങ്ങോട്ട് കയറിയിരിക്കുന്നു. കുത്തുബി തങ്ങളെ പാമ്പ് കടിച്ചില്ലേ? കുത്തുബി തങ്ങൾ ആരാണ്? ഉസ്താദായ സദഖത്തുള്ള ഉസ്താദിന് ഉവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി. അവിടുത്തെ ഉസ്താദാണ് കുത്തുബി തങ്ങൾ മുഹമ്മദ് ശംസുൽ ഉലമ മുഹമ്മദുൽ ഖുതുബി. ശംസുൽ ഉലമ എന്ന പേര് പല മഹാന്മാർക്കും വെക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ആദ്യമായി വെക്കപ്പെട്ടത് ഖുതുബി തങ്ങൾക്കാണ് ശംസുൽ ഉലമ എന്ന് വെക്കപ്പെട്ടത്. താജുൽ ഉലമ എന്ന് വെക്കപ്പെട്ടത് ആദ്യമായിട്ട് സദഖത്തുള്ള ഉസ്താദിനാണ്. പിന്നീടാണ് ഉള്ളാളത്തെ പാപ്പക്ക് വെക്കപ്പെട്ടത്. ശംസുൽ ഉലമ എന്ന പേര് വെക്കപ്പെട്ട ഒരു മഹാനാണ് ശംസുൽ ഉലമ അൽ ഖാദിരി അൽ വേലൂരി. ബാഖിയാത്ത് സ്വാലിഹാത്തിൻ്റെ ബാനിയായ, അതിനെ എടുത്ത് ആ കോളേജിൻ്റെ തുടക്കക്കാരനായ അബ്ദുൽ വഹാബിൽ ശംസുൽ ഉലമ അബ്ദുൽ വഹാബിൽ ഖാദിരി എന്ന് പറയുന്ന മഹാൻ, അവരെയും നാം സ്മരിക്കണം. അവരും വലിയ മഹാനാണ്. വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, മക്കയിലും മദീനയിലൊക്കെ പോയി കിതാബ് ഓതിയ ആളാണ്. വലിയ കറാമത്തുള്ളവരാണ്. കുട്ടികളെല്ലാവരും കൂടെ ഒരു രാവിലെ തണുത്ത വെള്ളമായതുകൊണ്ട് ഹൗദിൽ നിന്ന് ഒളു ചെയ്യുന്നില്ല. എന്താ മക്കളെ നിങ്ങൾ ഒളു ചെയ്യാത്തത്? തണുപ്പാണ് ഉസ്താദെ എന്ന് പറഞ്ഞപ്പോൾ ബാനി ഹസരത്ത് എന്ത് ചെയ്തു? 2 കൈ ഇട്ടിട്ട് അതിന്നാണ്ട് ഒളുണ്ടാക്കി. ആ കൈ വെള്ളത്തിൽ ചെത്തിയതോടുകൂടെ ഈറ്ററിട്ട പോലെ ആ വെള്ളം ചൂടാവുകയാണ്. അങ്ങനെ ആ ചൂടുവെള്ളത്തിൽ നിന്നാണ് കുട്ടികൾ ഒന്നുണ്ടാക്കിയത്. അത്രയും വലിയ കറാമത്തിനുടമയാണ് ബാനി ബാഖിയാത്ത് സ്വാലിഹാത്ത്. അള്ളാഹു കൊടുത്ത മദദ് നമുക്ക് നൽകട്ടെ. അവിടെ പഠിച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ്. ആ തേള് ചത്തു. കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദിൻ്റെ ഉസ്താദ് കുത്തുബി തങ്ങൾ പാപ്പ എന്നും പറയും. തങ്ങൾ സയ്യിദല്ല, പക്ഷെ ബഹുമാനത്തിന് തങ്ങളെന്ന് പറയും. വടകര മുഹമ്മദാജി തങ്ങളെന്ന് പറയും. തങ്ങളല്ല, ബഹുമാനിക്കപ്പെടുന്നതുകൊണ്ട് തങ്ങളെന്ന് പറയും. തങ്ങളെന്ന് പറയുമ്പോഴേക്കും തങ്ങൾ സയ്യിദാണെന്ന് മനസ്സിലാക്കരുത്. പക്ഷേ നാം സയ്യിദല്ലാത്തവരെ തങ്ങളെന്ന് സാധാരണയിൽ വിളിക്കരുത്. വിളിച്ചു പോന്നാൽ വിളിച്ചു പോരുന്നതിന് തർക്കടില്ല. ഏതുപോലെ അബുൽ ഖാസിം എന്ന് വിളിക്കരുത്. വിളിച്ചാൽ ആരെങ്കിലും വിളിച്ചു പോന്നാൽ അങ്ങനെ വിളിക്കാമെന്നാണ് ബുദൈരിമിയും ഇമാം ബിനാദുൽ ഹൈതമിയും ഒക്കെ പറയുന്നത്. അപ്പോൾ നമ്മളായിട്ട് വിളിക്കരുത്, വിളിച്ചു പോകുന്നതാണ്. മുഹമ്മദായി തങ്ങളല്ലല്ലോ, അല്ലല്ല, തങ്ങളെന്നാ വിളിക്കല്. അങ്ങനെ കുത്തുബി തങ്ങളെന്നാ പറയാം. അത് വല്ലാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ, ആ വലിയ മനുഷ്യനെ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചിട്ട് രാത്രിയിൽ തൊടു പോയി വരികയായിരുന്നു. അപ്പോൾ വരുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ കുട്ടികളോട് പറഞ്ഞ് 2ാം ദർസിൽ, മക്കളെ ഒരു പാമ്പെന്നെ കടിച്ചിട്ടുണ്ട് ആ വൈക്കൽ, ഞാനൊരു തട്ടിയിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കാണെന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ ഒരു മൂർഖൻ പാമ്പാണ് കടിച്ചിരിക്കണത്. ഉസ്താദിനൊരു പ്രശ്നമില്ല, പാമ്പ് ചത്തെടുക്കുന്നുണ്ട് അവിടെ. അതന്നെ അല്ലെങ്കിൽ പോയി നോക്കാണെന്നോ, പോയി നോക്കാണെന്ന് പറയണമെങ്കിൽ തന്നെ അവിടെ ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അതാണ്, അവരുദ്ദേശിച്ചാൽ അതങ്ങ് ചത്തുപോകും. അത് അവരുടെ കഴിവാണ്, അവരുടെ ആത്മീയതയുടെ കഴിവാണത്.
ഇത് പറഞ്ഞപ്പോൾ ഏതൊരു വഹാബി പറഞ്ഞിരിക്കണ്, മൂല്യന്മാരങ്ങനെയാണ്, അവർ അത്രയും വിഷമാണ്, അവർ തുടരുത്, അവർ പാമ്പ് വരെ ചാകുണ്ട് അവർ കടിച്ചിട്ട് എന്ന്. എന്നാലും ഇത് പറഞ്ഞില്ലടാ. അതെ, അത്രയെങ്കിലും പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ. കുത്തുബി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നു. അതുപോലെ ഷെയ്ഖുന ഖുതുബുൽ ആലം സീമലുള്ളാഹിയെ പാമ്പ് കടിച്ചു, പാമ്പ് ചത്തു, അതും ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ എത്രയോ മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിൻ്റെ ചരിത്രത്തിൽ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇത് എന്നോട് അനുഭവിച്ച ആൾ നേരിട്ട് പറഞ്ഞതാണ്. ഇനി സനത് മുത്തസിലാകാത്ത കേടൊന്നും ഇതിൽ വേണ്ട. നേരെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അയാൾ മരിക്കണം വന്നാൽ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. അയാൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഷെയ്ഖുനാൻ്റെ കറാമത്തുകൾ കുറേ അദ്ദേഹത്തിന് അറിയും. അദ്ദേഹത്തിന് മന്ത്രിക്കാൻ വേണ്ടി ചെന്ന്, ഉസ്താദെ എന്നെ മന്ത്രിച്ചു തരണം, എന്തേ എനിക്ക് പാസ്പോർട്ടും വിസയും വന്നിന് പിന്നെ കുവൈത്തിൽ പോകാനാണ്. അദ്ദേഹം ഫക്കീറാണ്, ദാരിദ്ര്യം കൊണ്ട് മക്കളെ പോറ്റാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥയിൽ ഒരു കൂട്ടുകാരൻ എങ്ങനെയോ ഒപ്പിച്ചൊരു വിസ അയച്ചു കൊടുത്തത്. ആ വിസയും ആ പാസ്പോർട്ടുമായിട്ട് ഉസ്താദിൻ്റെ അടുത്ത് ഒന്ന് മന്ത്രിച്ചു കൊടുക്കാനായി മന്ത്രിച്ചു കൊടുത്ത് 10 ദിവസം കഴിഞ്ഞിട്ട് യാത്രയാകണം. തലയിൽ ഇങ്ങനെ മന്ത്രിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു. മന്ത്രിച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്നും മിണ്ടുന്നില്ല. കുറേ ഇങ്ങനെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ. എവിടുക്കാൻ നോക്കണമെന്ന് അറിയില്ലല്ലേ നമുക്ക്. ഉസ്താദിൻ്റെ ഒക്കെ മുകളിലേക്കുള്ള നോട്ടം സത്യത്തിലേക്കുള്ള നോട്ടമാണ്. അത് ഉറപ്പാണ്, നമുക്ക് അനുഭവമാണ്. അപ്പോൾ ഉസ്താദ് അതിങ്ങനെ കുറേ നോക്കിയിരുന്നിട്ട് ജിപ്പാ വിസക്ക് പോകണ്ടെന്ന്. പടച്ചോനെ, ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽപ്പെട്ട ആ സഹോദരൻ പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബത്തിനെ കരകയറ്റാൻ വേണ്ടി ഒരു വിസ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എൻ്റെ കൂട്ടുകാരനെ അയക്കാമെന്ന് പറഞ്ഞതിൽ അയച്ചിട്ട് ആ വിസക്ക് പോണ്ട എന്ന് ഉസ്താദ് പറയുമ്പോൾ ഉസ്താദിൻ്റെ വാക്കിനെതിരായിട്ട് ഞാൻ പോയാൽ അത് അപകടം തന്നെ. പോയില്ലെങ്കിലോ അതിലധികം അപകടം തന്നെ. ഞാൻ തീരുമാനിച്ചു, ഉസ്താദിൻ്റെ വാക്കാണ് എനിക്ക് വലിയത്, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ പോകാൻ തീരുമാനിച്ച ദിവസം കഴിഞ്ഞ് 1-2 ആഴ്ച ആയപ്പോഴേക്കും സദ്ദാം ഹുസൈൻ കുവൈത്ത് പിടിച്ചു. 1000 മരിച്ചു, മലബാറുകാർ മരിച്ചു. നാട്ടിലൊന്ന് എത്തിക്കിട്ടണമെന്ന ആഗ്രഹത്തിൽ അവിടെ നിന്ന് കൊതിക്കുകയാണ് ആളുകൾ. ഒന്ന് നാട്ടിലെത്തിയെങ്കിൽ ബോംബിങ്ങനെ മുകളിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ്റെ ബോംബും എല്ലാ ബോംബും മുകളിൽ വന്നിരിക്കൊണ്ടിരിക്കുമ്പോൾ സദ്ദാം ഹുസൈൻ കുവൈത്ത് പിടിച്ചത് അതിൻ്റെ ഇടയിലാണ്. ആര് പറഞ്ഞു ഉസ്താദിനോട് ഇങ്ങനെ ഒരു സംഭവം? ലൗഹുൽ മഹ്ഫൂദിൽ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിൽ തെറ്റിയെങ്കിൽ വേറെന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. എന്നാൽ അതായിക്കോട്ടെ. ഏതായിരുന്നാലും ആ അറിവ് ഉസ്താദിന് ലഭിച്ചത് എവിടെ നിന്ന്? ഉസ്താദിന് ഈ ലോകത്തോടൊരു ബന്ധവുമില്ല. ആത്മീയ ബന്ധമുള്ള ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ ിലേക്ക് മാത്രം മനസ്സ് നട്ട ആളുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശാച് ഹൃദയത്തിൽ കുടിയിരിക്കാത്ത ആളുകൾക്ക് ലൗലാ അന്ന ശയാത്തീന ലഹൂമൂന അലാ ഖുലൂബി ബനി ആദമ ലനളറൂ ഇലാ മലകൂതിസ് സമാവാത്ത്. ആകാശത്തിൽ രഹസ്യമായി എഴുതപ്പെട്ട വിവരങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിലൊരാളായിരുന്നു ഉസ്താദ് അവർകൾ. നിങ്ങളത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്താൽ അത് എവിടെ എത്തൂല്ല. നിങ്ങളത് ചെയ്തോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് എത്താത്തതില്ലതാനും. അവിടുത്തെ ഉസ്താദുമാർ വലിയ വലിയ മഹാന്മാരാണ്. അവരെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അതിലൊരു മഹാനെ പറ്റി മാത്രം ഞാൻ പറയാം. ഒന്ന് സദഖത്തുൽ ഉസ്താദാണ്, എല്ലാവർക്കും അറിയുന്നവരാണ്. ഖളിർ അലൈഹിസ്സലാം രോഗം കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി വന്നവരാണ് സദഖത്തുൽ ഉസ്താദ് എന്ന് നമുക്കറിയാം. 100 കണക്കിന് കറാമത്തിൻ്റെ ഉടമയാണ് സദഖത്തുൽ ഉസ്താദ്. സദഖത്തുൽ ഉസ്താദിൻ്റെ സ്മരണിക നോക്കിയാൽ അത് വായിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ് ഉഖ്റവിയ ആലിമാണ്. തുഹ്ഫ കാണാതെ അറിയുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരൊരു ഉസ്താദ്, മറ്റൊരു അതാണ് കൂടുതൽ അവരുടെ കയ്യിൽ നിന്ന് ഓതിയതെന്ന് ഷെയ്ഖുന ഓക്കെ ഉസ്താദ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, ഉസ്താദിൻ്റെ ഉസ്താദല്ലേ സദഖത്തുൽ ഉസ്താദ്? ആ ചോദ്യം ഉസ്താദിനിക്ക് പ്രയാസമായി തോന്നി. കാരണം ഞാൻ ചോദിച്ചത് ഒരു ബദീഹിയായ, ഒരു മഷൂറായ ഒരു അറിവിനെ നിഷേധിച്ച പോലെയുള്ള ചോദ്യമായതുകൊണ്ട് പറഞ്ഞു, അല്ലാ എൻ്റെ പ്രധാന ഉസ്താദല്ലേ മുപ്പരേക്കൊന്നല്ല ഞാൻ അധിക ഫന്നുകളും ഓതിയത് എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ റിസാല ഓതാൻ വേണ്ടിയാണ് ഞാൻ കാപ്പാട് കുഞ്ഞാമൂലർ പാപ്പാൻ്റെ അടുത്തേക്ക് പോയത്
എന്നാണ് നിന്നോട് പറഞ്ഞത്? അപ്പോൾ പ്രധാന ഉസ്താദ് സദഖത്തുൽ ഉസ്താദാണെന്ന് ഉസ്താദ് ആണയിട്ട് പറയുന്നു. ക്ലാസ്സിൽ പലപ്പോഴും സദഖത്തുൽ ഉസ്താദിനെ സംബന്ധിച്ച് മാക്കൂലും മങ്കൂലും അവിടെയുണ്ട് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. എല്ലാ ഇൽമിനും ബഹറായിരുന്നു സദഖത്തുൽ ഉസ്താദ്. അള്ളാഹു കൊടുത്ത മദത് നമുക്ക് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദിനെ ശേഷം അവിടുന്ന് ഓതിയ ഉസ്താദാണ് കാപ്പാട് കുഞ്ഞാ മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു. കാപ്പാട് എല്ലാവർക്കും അറിയാലോ, മാസം കാണാൻ നാട് എന്ന് അറിയും ചിലവർ. കാപ്പാട് അറിയുമ്പോഴത്തേന് ആയിക്കോട്ടെ. അപ്പോ കാപ്പാട് ഉസ്താദ് ആരായിരുന്നു? കാപ്പാട് ഉസ്താദ് എന്ന് നാടന്മാരടിയിൽ പറഞ്ഞാൽ ശരിയാവില്ല. മൂല്യന്മാർക്ക് മാത്രം ഉപകരിക്കണം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉസ്താദിന് എല്ലാ വിഷയങ്ങളിലും ആഴമായ കഴിവുള്ളവരായിരുന്നു. അത് ഉസ്താദിനോട് തന്നെ പറഞ്ഞത് അങ്ങനെയാണ്. അവിടെ റിസാലോതാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ 3 കൊല്ലം ഓതിയെന്ന 3 കൊല്ലം ഓതാൻ പോയതല്ല. അപ്പോൾ അവിടെ നിന്നിട്ട് 3 കൊല്ലം ഓതി. അങ്ങനെ പറഞ്ഞത്. ഉസ്താദ് 16-17 കൊല്ലം മുത്താലിമായി ഓതിയിട്ടുണ്ട്. മുത്താലിമിങ്ങളിപ്പോൾ അങ്ങനല്ല. 6 കൊല്ലം 5 കൊല്ലം 3 കൊല്ലം 2 കൊല്ലം ബ്രോയിലർ 6 മാസം അങ്ങനെ പല മോഡലുണ്ട്. അതിനനുസരിച്ച് കാണുന്നുണ്ട്. നല്ല റാഹത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അവസ്ഥ. എല്ലാം ശരി, കേൾക്കണതൊക്കെ ശരി, എല്ലാം തെറ്റ്. ഈ ഒരവസ്ഥയിലേക്ക് എത്തിക്കപ്പത്തെ അവസ്ഥ. എന്നാലും നല്ലൊരു ഭാഗം ആളുകൾ ഈ രംഗത്ത് സത്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ കാപ്പാട് ഉസ്താദിൻ്റെ വഫാത്തിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ വഫാത്തിനെ സംബന്ധിച്ച് ഷെയ്ഖുന ഒക്കെ ഉസ്താദ് പറഞ്ഞ വിവരം അറിയുന്ന ശിഷ്യന്മാർ പറയുന്നത് കേട്ടതാണ്. കാപ്പാട് ഉസ്താദ് വഫാത്താവുന്നതിൻ്റെ നേരത്ത് വഫാത്താകാൻ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാപ്പാട് ഉസ്താദിന് ശിഷ്യന്മാരായ ആളുകൾ തഹ്ലീൽ ചൊല്ലിക്കൊടുക്കുകയാണ്. തഹ്ലീൽ ഇങ്ങനെ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉസ്താദല്ലേ ഉറക്കലെങ്ങനെ ചൊല്ലിക്കൊടുക്കുക, മെല്ലെങ്ങനെ ചൊല്ലിക്കൊടുക്കുക. ഒരു പേടിണ്ടാവുമല്ലോ ഉസ്താദ്മാർക്ക് ചൊല്ലിക്കൊടുക്കുമ്പോൾ. സ്വാഭാവികം അതും വഫാത്തിൻ്റെ നേരമാകുമ്പോൾ ഇടരുന്ന മനസ്സല്ലേ ചൊല്ലിക്കൊടുക്കുന്ന മക്കൾക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെ കുറേ അങ്ങനെ ചൊല്ലിക്കൊടുത്തപ്പോൾ കാപ്പാട് ഉസ്താദ് എഴുന്നേറ്റിരുന്നത്രേ. എന്നിട്ട് പറഞ്ഞത്രേ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ തഹ്ലീൽ ചൊല്ലി കൊടുക്കൽ അങ്ങനെയല്ല, ഞാൻ ചൊല്ലിക്കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നോക്കിയാൽ ഞങ്ങൾ കാപ്പാട് ഉസ്താദിൻ്റെ അവസ്ഥ. ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ തഹ്ലീൽ ചൊല്ലി കൊടുക്കൽ അങ്ങനെയല്ല, എങ്ങനെയാണ്, ഞാൻ ചൊല്ലിത്തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3-ാമത്തെ ചൊല്ലലോട് ഉസ്താദ് ഈ ലോകത്തോട് കൂടെ പറഞ്ഞു, സഹോദരങ്ങൾ ആർക്ക് കഴിയും ഇങ്ങനെയൊക്കെ? ഇതിലൊരു കള്ളത്തരം നടക്കുമോ? 3-ാമത്തെ വാക്ക് പറഞ്ഞതോടുകൂടെ ഉസ്താദ് ഈ ലോകത്തോട് പിരിഞ്ഞു. ഇമാം തിർമിസി തങ്ങൾ അവിടുത്തെ മൗഹിബയിൽ ഉദ്ധരിക്കുന്ന അബൂ സുറഅ തങ്ങൾ വഫാത്താകാൻ കിടക്കുന്നു. മൗഹിബത്തുൽ ഫളിൽ ബിശറൈബ ഫളിൽ എന്ന് പറയുന്ന കിതാബിൽ കാണാം. അബൂ സുറഅ തങ്ങൾ വഫാത്താവാൻ കിടക്കുമ്പോൾ ശിഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരൊക്കെ ചെല്ലല്. അവർ പറഞ്ഞു, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉസ്താദിന് ചൊല്ലിക്കൊടുക്കുന്നത് അത് ഉപകേടാകുമോ? അത് ഉപകേടൊന്നുമല്ല. പക്ഷേ ശിഷ്യന്മാരെ സംബന്ധിച്ച് ചില മനസ്സൊക്കെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഉസ്താദിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലാവൂലേ? അത് നമ്മളെന്താ കാട്ടുക? ചൊല്ലിക്കൊടുക്കും വേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു, നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ പരമ്പര ഉദ്ധരിക്കുക. എന്നിട്ട് ഉസ്താദിൻ്റെയൊക്കെ ഒന്ന് കേട്ട പരമ്പര ഉദ്ധരിച്ചിട്ട് നമ്മൾ ചൊല്ലിക്കൊടുക്കുക. അപ്പം അങ്ങനെ ഇന്നാള് പറഞ്ഞു, നമ്മളോട് ഇന്ന ഷെയ്ഖ് പറഞ്ഞു, അവരോട് ഇന്ന ഷെയ്ഖ് പറഞ്ഞു, അവരോട് ഇന്ന ഷെയ്ഖ് പറഞ്ഞു, അവരോട് ഇന്ന ഷെയ്ഖ് പറഞ്ഞു, അവരോട് ഇന്ന ഷെയ്ഖ് പറഞ്ഞു എന്നിങ്ങനെ ആ സനത്, ആ പരമ്പര ഇങ്ങനെ പറഞ്ഞിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളെ കലാം അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ സ്വർഗത്തിൽ കടക്കുമെന്ന ഹദീസാണ് അവർ ഉദ്ധരിക്കുന്നത്. അതിനുവേണ്ടി പരമ്പര വായിച്ചപ്പോൾ ഇടറിപ്പോയെന്ന ഘട്ടമായതുകൊണ്ട് പരമ്പരയിൽ തെറ്റുപറ്റിപ്പോയി. വായിക്കുന്ന ആളെ കയ്യിൽ, ശിഷ്യൻ്റെ കയ്യിൽ പരമ്പരയിൽ തെറ്റുപറ്റി.
മരിച്ചുപോയാൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട അബൂദുറാ തങ്ങൾ ഉടനെ തന്നെ കണ്ണു തുറന്നിട്ട് പറഞ്ഞു, മക്കളെ, അങ്ങനെയല്ല സനത്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ സനത് മരിക്കുന്ന ടൈമിൽ വായിക്കുകയാണ്. ആ സനത് വായിച്ച് ഇന്നാളെ തൊട്ട് ഞാൻ അവരെ തൊട്ട് ഇന്നാൾ, അവരെ തൊട്ട് ഖാലിദ്, അവരെ തൊട്ട് ബക്കർ, അവരെ തൊട്ട് സയ്യിദ്, അവരെ തൊട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂദുറാ ഈ ലോകത്തോട് വിട പറഞ്ഞു. അത് പറയാൻ എളുപ്പമുണ്ട്. ചരിത്രം പറയാൻ സുഖമുണ്ട്, മൈക്കിലൂടെ കേൾക്കാനും സുഖമുണ്ട്. പക്ഷേ എന്താണ് ഈ നടന്നതെന്ന് ഓർക്കണം സഹോദരങ്ങളെ. നമുക്കൊക്കെ എന്താ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകാനുള്ളത്? എന്താ നമുക്കുള്ളത്? നമ്മൾ മനസ്സിലാക്കണം. അവരെ കയ്യിൽ നിന്നൊക്കെ കിതാബ് ഓതിയവരാണ് നമ്മുടെ ഉസ്താദുമാർ. അതാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ഉസ്താദുമാർ വലിയ മഹാന്മാരായിരുന്നു. ഉസ്താദിന് ബഹറുൽ ഉലൂം എന്ന് എൻ്റെ കൂട്ടുകാരൻ പറയുന്നു. ഒതുക്കൽ കോളേജിൽ പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരമായി CM വലിയുള്ളാൻ്റെ അരികിലേക്ക് റയീസുൽ ഉലമ ഉസ്താദ് പറഞ്ഞയച്ചു. അദ്ദേഹം പോയി വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ആരോടാണ് അവർ കളിക്കുന്നത്? ഉസ്താദിൻ്റെ കോളേജ് പൂട്ടിയിട്ടു. ഉണ്ടായതൊന്നും ഇപ്പോൾ പറയുന്നില്ല, കാരണം അവരൊക്കെ തൗബ ചെയ്ത് നന്നായിരിക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ ഉണ്ടായ സംഭവം അങ്ങനെയാണ്. അതിൻ്റെ ചുരുക്കമാണ് ഞാൻ പറയുന്നത്. CM വലിയുള്ളാഹി പറഞ്ഞു, അവരാരുമായാണ് കളിക്കുന്നത്? ബഹറുൽ ഉലൂമുമായിട്ട് കളിക്കുകയാണോ എന്ന് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറഞ്ഞു. അതാണ് ആദ്യത്തെ ബഹറുൽ ഉലൂം എന്ന പേര്. പിന്നീട് ശൈഖുന സുൽത്താനുൽ ഉലമ അതേ പേര് തന്നെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ബഹറുൽ ഉലൂം, ഇൽമിൻ്റെ പാരാവാരം എന്ന അവരെ വലിയ പേര് ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് 100% അർഹമായ പേരാണ്. ശൈഖുനായുടെ മദദ് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ.